തന്നെ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ റബ്ബ് ഏകനാണെന്നും നാളെ പരലോകത്ത് നമുക്കൊരു ജീവിതമുണ്ടെന്നും അത് പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്നും പറഞ്ഞു തരലിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അത് ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണമെന്ന് എന്റെ സ്വന്തം അനിയനോട് പറയണ പോലെ തന്നെ പറയുകയാണ്. പടച്ചോൻ അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഞാനതിന് പള്ളിയിലൊക്കെ പോണ ആളാണ് കേട്ടാ. മനസ്സിലായില്ല എനിക്ക്. നമ്മള് മണത്തല പള്ളിയില് അവിടെയൊക്കെ വഴിപാടും കാര്യങ്ങളായിട്ടൊക്കെ പള്ളിയിൽ പോവാറുണ്ട്. ഉസ്താദന്മാരായിട്ടുള്ളൊക്കെ നല്ല ഇതാണ്. ചേർമാൻ പള്ളിയില്, ചേർമാൻ പള്ളിയിലൊക്കെ പോവാറുണ്ടോ? പിന്നെ മണത്തല പള്ളിയില്ലേ നമ്മുടെ, ഈ നേർച്ചയൊക്കെ നടക്കണ മണത്തല പള്ളി. അതന്നെ. ഞാൻ എന്റെ പെങ്ങളോട് ചോദിക്കുന്നത് പോലെ ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ മണത്തല പള്ളിയിലേക്ക് നിങ്ങൾ നേർച്ച കൊടുക്കാറുണ്ടല്ലോ? കൊടുക്കാറുണ്ട്, ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ എന്റെ പെങ്ങളോട് ചോദിക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ. അതായത് ഇപ്പൊ മണത്തല ജാറത്തിലേക്ക് നമ്മൾ പോയിട്ടേ, ഞാന് നമ്മുടെ വല്ല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തീരാനായിട്ടും ഞാൻ അവിടെ വഴിപാട് ചെയ്യാറുണ്ട്. അവർക്ക് എന്തെങ്കിലും നേർച്ചയാക്കും. അത് ഞാൻ പൈസ വെച്ച് നേർച്ചയാക്കാറുണ്ട്. ആ മണത്തല ജാറത്തിൽ കിടക്കുന്ന ഉപ്പൂപ്പയോട് നിങ്ങൾ എന്നെ രക്ഷിക്കണേന്ന് പറയാറുണ്ടോ? പറയാറുണ്ട്. അവിടെ അതിന് കാവല് നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ നിൽക്കണ ഉസ്താദന്മാരോട് പറയാറുണ്ട്. അവര് നമ്മളെ തലയിൽ വെച്ച് അനുഗ്രഹിക്കാറുണ്ട്. അതല്ല, നിങ്ങൾ ആ ഉപ്പാപ്പയോട് പ്രാർത്ഥിക്കുമ്പോഴേ ആ ഉസ്താദുമാർ ഇത് കാണില്ലേ? കാണാറുണ്ട്. അപ്പൊ അവര് നിങ്ങളോട് എപ്പോഴെങ്കിലും നിങ്ങൾ ഇവരോട് പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടൂ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങള് ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇവിടെ ഉപ്പാപ്പാട് സമർപ്പിക്കാം, അങ്ങനെയാ പറയാറ്. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഉണ്ണികൃഷ്ണൻ. എന്റെ അച്ഛനും അമ്മയും ഹൈന്ദവ മതത്തിലാണ് ഞാൻ ജനിച്ചതെങ്കിലും ഞാൻ മതങ്ങളെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രമാണങ്ങളിൽ നിന്നും ദൈവത്തെ മനസ്സിലാക്കിയപ്പോൾ ഇസ്ലാം മാത്രമാണ് ദൈവത്തിൽ നിന്നും അവതീർണമായ മതമെന്ന് മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ച ഒരാളാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇപ്പൊ നിങ്ങള് ജാറത്തിൽ പോയി അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉസ്താദുമാര് കണ്ടിട്ടും നിങ്ങളോട് അത് പാടില്ല എന്ന് പറഞ്ഞു തരുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളോട് ആ ഉസ്താദുമാർ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് സത്യത്തെ മൂടിവെക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന്, ഇസ്ലാമിന്റെ അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണ്. എന്നെയും നിന്നെയും ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ച സൃഷ്ടാവാണ്, നമ്മളെ പരിപാലിക്കുന്നവനാണ്. നമുക്ക് കണ്ണും കാഴ്ചയും ചെവിയും കേൾവിയും ഹൃദയവും എല്ലാം ഏർപ്പാടാക്കി തന്ന റബ്ബാണ് ആരാധനയ്ക്ക് അർഹൻ. ആ ആരാധനയ്ക്ക് അർഹനായ റബ്ബിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്. ആ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന്റെ വിയോഗത്തിന് ശേഷം ഇനി ഒരു റസൂൽ ഇവിടേക്ക് വരാനില്ല. അതായത് എന്നെ പോലെയും നിന്നെ പോലെയുള്ള ആളുകൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തരാനും അവന്റെ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു തരാനും ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ആ ഭൂമിയിലേക്ക് വരാനില്ല. ആ പ്രവാചകനെ പിൻപറ്റി ജീവിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. പക്ഷെ ആ ഉസ്താദുമാരെന്ത് ചെയ്യുന്നു? മരിച്ചുപോയ ആളുകളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കുകയും നിങ്ങൾ ഇവിടേക്ക് നേർച്ചയാക്കിക്കോ, നിങ്ങൾ ഇവരോട് നിങ്ങളെ സങ്കടങ്ങളൊക്കെ ഉള്ളു തുറന്നു പറഞ്ഞോ എന്ന് പറയുമ്പോൾ അതൊരിക്കലും അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്ന മുസ്ലിമീങ്ങളുടെ മാതൃകയല്ല. മറിച്ച് മുസ്ലിം ആണെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും പരലോക ജീവിതത്തെക്കുറിച്ചും അറിയില്ലെങ്കിൽ അത് പറഞ്ഞു തരിക എന്നുള്ളതാണ് അയാളുടെ ഉത്തരവാദിത്തം. പക്ഷെ അവർ മതത്തെ ചൂഷണം ചെയ്യുകയാണ്. ഇപ്പൊ നിങ്ങളെ ഏട്ടൻ പണിയെടുത്ത് കിട്ടുന്ന പൈസയാണല്ലോ നിങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത്, അല്ലേ? നമ്മൾ എന്തിനാ അവിടേക്ക് നേർച്ചയാക്കുന്നത്? നമ്മളെ കാര്യങ്ങളും പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറാൻ വേണ്ടിയിട്ടാ നമ്മൾ അവിടെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ സൃഷ്ടിപ്പിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ? പക്ഷെ അതെനിക്ക് ബോധ്യം വന്നു. ഒരു പ്രാവശ്യം ഒരു കാര്യത്തിൽ എനിക്ക് ബോധ്യം വന്നു. എന്താണ്ടായത്? അതെന്ന് വെച്ചാല് എന്റെ അമ്മായിയുടെ മോളുടെ കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞതായിരുന്നു. അപ്പൊ അമ്മായി പറഞ്ഞു എന്നോട്, മോളെ കല്യാണം എൻഗേജ്മെന്റ് നടത്തിയ കല്യാണം മുടങ്ങിയിട്ട് രണ്ടാള് രണ്ട് രീതിയിൽ നിക്കണ് ഇപ്പൊ. അപ്പൊ അങ്ങനെ എന്റെ അടുത്ത് ഒരു കൂട്ടർ പറഞ്ഞു, പള്ളിയിലേക്ക് നിങ്ങള് നേർച്ച വെച്ച് കഴിഞ്ഞാല് ഇതാവൂന്ന് പറഞ്ഞു. അത് ഒരു മൊയ്ലിയാരാണ് പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞു, അത് ഇവിടേക്കല്ല, നമ്മുടെ ഏർവാടി ഉപ്പാപ്പാക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, തമിഴ്നാട്ടിൽ. അപ്പൊ നമ്മള് അവിടെ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അത് സാധിക്കുമെന്ന് പറഞ്ഞു.
ഉം, ഞാൻ ഈ അങ്ങനെ പറഞ്ഞപ്പോ തറപ്പിച്ചിങ്ങനെ പറഞ്ഞു ഏർവാടിക്ക് നമ്മൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഉം, ആ കുട്ടിയുടെ പോയ കല്യാണം തിരിച്ചു വന്ന് ഉം, പോയതല്ല ഉം, പിരിഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ അവരൊന്നിച്ച് ഉം. കല്യാണം വേഗം നടക്കുമെന്ന് പറഞ്ഞു. ആ പക്ഷെ ഇന്നത്തെ വരെ നടന്നിട്ടില്ല. ആ, നമ്മള് ആ, ചെയ്യാനുള്ള പൈസയും കാര്യങ്ങളും ഉം, അതിന്റെ എല്ലാ കാര്യങ്ങളും ഉം, നമ്മൾ ചെയ്തു കൊടുത്തു. പൈസ നല്ലൊരു പൈസ അവര് ചോദിച്ചു. നമ്മളത് അതനുസരിച്ച് നമ്മൾ അവിടെ പോയി അവർക്ക് അത് കൊടുത്തു. ഉം, അവര് ശരിക്കും നമ്മളൊരു പള്ളിയിൽ പോയിട്ട് എങ്ങനെയാണ് നിസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതേപോലെ തന്നെ അവര് ഈ, എല്ലാ ഇതും ചൊല്ലിയിട്ടൊക്കെയാണ് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചതൊക്കെ. ഉം, ഉം, ഒരുവിധം അല്ല അപ്പൊ ഇനി അതിൽ തെറ്റോ കുറ്റങ്ങൾ ഉണ്ടോന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. കാരണം ഞാൻ അറബ് പഠിച്ചിട്ടില്ല. ഉം, എനിക്ക് അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് ഇതല്ല. നമ്മൾ ഉം, പറയുന്ന ഒരു വിശ്വാസവും കാരണം. അപ്പൊ അതേപോലെ ചെയ്തു. ഉം. നമ്മളത് കൊടുത്തു. അവരത് അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചു എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓഹോ. പക്ഷെ ഇന്നത്തെ വരെ ആ കുട്ടിയുടെ കല്യാണം നടന്നില്ല. അതോടുകൂടി എന്റെ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതേ, ഇപ്പൊ നിങ്ങളെ പൈസയും പോയി, കാര്യവും നടന്നില്ല. ഇല്ല. ഞാൻ എന്നിട്ട് ഇന്നാള് കുറച്ചാൾ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു അയക്കാന്. ആ, എന്തിനാണ് ഇങ്ങനെ ഒരാളെ പറഞ്ഞ് നമ്മള് ഇതാക്കണ വസൂലാക്കണെന്ന് ഞാൻ ചോദിച്ചു. കാരണം ഓ, വെച്ചാല് നമ്മള് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല കാര്യമായിട്ട് തന്നെ വരണം. അല്ലാതെ ഉം, ഒരാളെ പറ്റിച്ചും പിടിച്ചു പറിച്ചിട്ടും നമ്മൾ മേടിക്കണോണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും നേടാനില്ല ഒന്നും കേട്ടോ. നേടാൻ പറ്റില്ല, ഒന്നും നേടാൻ. അതിന്റെ ഇരട്ടി അള്ളാഹു നിങ്ങളിൽ നിന്ന് കളയല്ലാണ്ട് നിങ്ങൾക്ക് മോചനമൊന്നും ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മരണസമയത്തെങ്കിലും അത് നിങ്ങളെ അള്ളാഹു കാണിച്ചു തരും. ഉം. എല്ലാ മതങ്ങളിലും ചൂഷകർ ഉള്ളതുപോലെ തന്നെ ഇസ്ലാമിലെ ഏറ്റവും വലിയ ചൂഷകന്മാരാണ് എന്ത്? അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തരാതെ നിങ്ങളെ ഈ രീതിയിൽ ചൂഷണം ചെയ്യുന്ന ആളുകൾ. അപ്പൊ എന്റെ സഹോദരിയോടും സഹോദരനോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരോടാന്ന് അറിയോ? രൂപങ്ങളോടല്ല, ചിത്രങ്ങളോടല്ല. നിങ്ങളെ ഹൃദയം അറിഞ്ഞ് നിങ്ങളെ മനസ്സുകൊണ്ട്, എന്റെ ദൈവമേ എനിക്ക് നീ നേർവഴി കാണിച്ചു തരണം, എന്റെ പ്രയാസങ്ങൾ മാറ്റണേ എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ കഴിവുള്ളവനാ റബ്ബ്. മനസ്സിലായില്ലേ?